ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി. ഈ സമയത്ത് പുള്ളി ഹാപ്പിയാണ്, മോശമല്ലേ അത്? അടിപൊളി. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ല ഞാനിപ്പോൾ ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് വരും. ഞാൻ വെറുതെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നതാണ്. ഓക്കെ ഓക്കെ. ആ പേടിപ്പിച്ചോളന്നല്ലടാ. അത് ശരി, ഞങ്ങളെ പേടിച്ചിട്ട് ഞങ്ങൾക്കാണോ കുറ്റം? വിളിക്കാം. ആ നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ചിരിക്കണായിരുന്നു. എന്താ പ്രശ്നം എന്താന്ന്? അമ്മാവനേ, അമ്മാവൻ വീടിയും വലിച്ച് തെങ്ങിന്റെ വീട്ടിരിക്കണായിരുന്നേ. ഓലമടല വന്ന് തലേ വീണ് ഐസിയുലായിരുന്നു. എന്നിട്ടാ ഐസിയുലായിരുന്നു. ഇപ്പൊ ഇന്ന് പുറത്തേക്ക് ഇറക്കി. പുള്ളിയുടെ കിളി പോയി. കിളി പോയി മനസ്സിലായി. അത് രസമാണത്. പുള്ളി ഓലമടൽ വന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ പൊത്ത വിളിച്ചപ്പോ ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോ കുറച്ചു നേരം എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. പുള്ളി എന്നോട് ഒറ്റ ചോദ്യം, മൗഗിളിയും മൃഗങ്ങളും കാട്ടിലല്ലേ ജീവിക്കണത്, പിന്നെ മൗഗിളിക്ക് മാത്രം എങ്ങനെ ജെട്ടി കിട്ടിയെന്ന്. അപ്പൊ കിളി പോയതല്ല, കിളി വന്നതാ അല്ലേ? അപ്പൊ തന്നെ കൊണ്ടുപോയിട്ടാ. അല്ലെങ്കിലും പോകണ്ട, നിന്നെ അമ്മാവൻ ഒരുപാട് നോക്കിയതല്ലേ. പിന്നെ അല്ലെങ്കിലും അമ്മാവൻ പണ്ടേ പറയുമായിരുന്നു ഇവൻ വളർന്നു വരുമ്പം കുടുംബങ്ങൾക്ക് ഒരു തണലാകുമെന്ന്. അമ്മാവന്റെ വാക്ക് കറക്റ്റ് ആണല്ലോ. ഞാനിപ്പോ പന്തലിട്ടുകൊണ്ടിരിക്കണല്ലേ, പന്തൽ പണിക്കാരനല്ല. വാക്ക് കറക്റ്റായി. ഇപ്പൊ എങ്ങനെ ഉണ്ടെന്നിട്ട് അമ്മാവന് കുഴപ്പമില്ല. ഞാൻ ചെല്ലണമല്ലോ. ചെന്നപ്പോ ഒരുപാട് പരാതി. മോനെ മരുന്ന് മേടിക്കണം, മോനെ കഞ്ഞി കുടിക്കണം, മോനെ അറിയാലോ ചില്ലറ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനപ്പോ തന്നെ ഒരു 500 രൂപ എടുത്ത് പോക്കറ്റിൽ നിന്ന് എടുത്ത് വെച്ചു കൊടുത്തു. വെരി ഗുഡ്, കൊള്ളാം. ഞാനിങ്ങോട്ട് പോന്ന്. പിന്നെ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കണ്ടക്ടർ വന്ന്. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൈസ കൊടുത്തപ്പോഴത്തേക്ക് 500 നോട്ട് എന്റെ പോക്കറ്റിൽ ഇരിക്കും. അപ്പൊ നീ പൈസ കൊടുത്തില്ലേ? കൊടുത്തതാണ്. പിന്നെന്താ? പക്ഷെ പൈസക്ക് വരെ ഞാൻ കൊടുത്തത് ഹാൻസിന്റെ. കിളി പോയ അമ്മാവന് ഹാൻസ് കൂടെ. അയാളുടെ കിളി ഒന്നുകൂടി പോകുള്ളത്. ഹാൻസ് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ടീമാണത്. നല്ല കക്ഷിയാ. വിളിക്കണം, അമ്മാവനെ വിളിക്കണം. അമ്മാവാ ആണോ? ഓക്കെ. എന്താടാ മോനെ, നാളെ ഒന്നും കൂടി വരണം മറ്റേന് വേണ്ടിട്ട്. തീർന്നു കാണും. പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടടാ, മാലയായിട്ട് കൊണ്ടേ കൊടുക്കാം. മാലയായിട്ട്. മോനെ കണ്ടിട്ട് എനിക്ക് കൊതി തീർന്നില്ലാന്ന്. അയ്യോ പാവം. അമ്മാവൻ പിന്നെയും വിളിക്കണം. എന്താ അമ്മാവാ? ആ ആ ആ ആ ആ എന്താ അമ്മാവൻ പറഞ്ഞേ, നീ കല്യാണം കഴിക്കണം എത്രയും പെട്ടെന്ന്. എന്നിട്ട് കെട്ടിയ പെണ്ണിനെ നല്ലപോലെ നോക്കണം, അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം. വേണം. ഈ കാര്യം അവളുടെ ഭർത്താവ് അറിയരുതെന്ന്. കൊള്ളാം. എന്നാണെങ്കിലും ഇവന്റെ ഉടായിപ്പ് എല്ലാം അമ്മാവൻ അറിയാം. കൊള്ളാടാ, നിന്റെ തന്നെ അമ്മാവൻ. സിസ്റ്റർ വിളിക്കണ്ട്. നീ അവർക്ക് നമ്പർ കൊടുത്തോടാ. ഒരു മാറ്റവും ഇല്ലല്ലോ കുഞ്ഞിന്. അയ്യോ അതല്ല, പിന്നെ അമ്മാവൻ ഒറ്റക്കല്ലേ, എന്തെങ്കിലും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കുന്നു പറഞ്ഞ് നമ്പർ കൊടുത്തതാ. പോവാ. എന്താ സിസ്റ്ററെ? ആ ആ ആ ഓക്കെ. എന്താടാ സിസ്റ്റർ പറഞ്ഞേ, അമ്മാവനവിടെ ഓട്ടം തുള്ളൽ തുടങ്ങിയെന്ന്. മറ്റേ ഈ ഓട്ടം തുള്ളലോ? പിന്നെ അമ്മാവൻ അങ്ങോട്ട് ഓടും, പിന്നെ ഇങ്ങാട് വരും, ഒന്ന് തുള്ളും, പിന്നെ ഓടും, ഇങ്ങാട് വരും, ഒന്ന് തുള്ളും. കൊള്ളാം. പിടിച്ചിട്ടുണ്ട്. എന്താടാ പരിപാടി? അമ്മാവന്റെ കാര്യം ഓർത്തട്ടെ ഉള്ള സമാധാനവും പോയി, സത്യം ടെൻഷനും ആയി. ഇനി 2 അടിക്കാതെ നിർത്തിയില്ല. 1-ാം തീയതി ഇവിടെ കിട്ടാനാ വഴിയുണ്ട്. നമ്മുടെ ഗിരീഷേട്ടനില്ലേ, ഗിരീഷേട്ടന്റെ ഭാര്യ ഗൾഫിൽ നിന്ന് വന്നോ? വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓണത്തിന്. വന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് നല്ല ഫോറിൽ സാധനം കിട്ടുമല്ലോ. ഞാനൊന്ന് പോയി നോക്കട്ടെ. നിന്റെ അമ്മാവന്റെ കാര്യത്തിൽ ഞങ്ങൾ മൂടൗട്ടാ. 2 തരണേടാ. അത് എന്റെ അമ്മാവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ മൂടൗട്ടാവണത്? കമ്പനി നോക്കട്ടെ, അവിടെ ചെന്ന് നോക്കട്ടെ. എന്തെങ്കിലും കിട്ടുമെങ്കിൽ വിളിക്കാം. ഓക്കെ, വിളിക്കണേ. മൂടൗട്ടാ, വിളിക്കണേ. വിളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, വിളിക്കായിരിക്കും അല്ലേ? അല്ല, നിന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എടാ, ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞേ, ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഓണമൊക്കെ അല്ലേ, കൂട്ടുകാരൊക്കെ ഇട്ട് കൂടിയിട്ടുള്ള സമാധാനം പോകും, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ടൂർ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഊട്ടി കൊടൈക്കനാലൊക്കെ ടൂർ പോയി തിരിച്ചു വന്നാൽ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഉള്ള സമാധാനം കൂടി പോയി. അടിപൊളി. 24 മണിക്കൂറും മൊബൈലിൽ തന്നെയാണ്. വളർത്തുദോഷം അല്ലാതെ എന്ത് പറയാനാണ്? ഒന്നെങ്കിൽ 12 മണിക്കൂർ വാട്സപ്പ്, 12 മണിക്കൂർ ഫേസ്ബുക്ക്. എന്തൊരു ലൈഫാണിത്? പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നടക്കണേ. എന്തേ വല്ല കഴിച്ചാ? 15 കൊല്ലം മുമ്പ് ഒരു കല്യാണം കഴിച്ച അതിലുണ്ടായതാണ് ഇരിക്കണത്. അതല്ലെന്ന് രാവിലെ വല്ലതും കഴിച്ചാന്ന് വെച്ചാൽ. രാവിലെ വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിലക്കാരി ഉണരണ്ടേ?
എണീറ്റല്ലേ? അവൾ 8 മണിക്കേ ഉണരുള്ളൂ. അയ്യാ, അത് കഴിഞ്ഞ് 9 മണിക്ക് കുളിയും ദേവാരവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഒരു വരവാണ്. പിന്നെ എന്ത് വേണോന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ഉണ്ടാക്കി തരുമ്പോ ഒരു 10 മണിയാവും. എന്റെ പൊന്നടാവേ, ഇത് എവിടുന്ന് കിട്ടീനാ? ഒന്നും പറയണ്ട, പത്രത്തിലൊരു പരസ്യം കൊടുത്താണ് വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ഒരു വേലക്കാരി ആവശ്യമുണ്ടെന്ന്. എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം അവള് താമസം. വീട്ടിൽ പോകൂല അപ്പൊ? പോയാ പിന്നെ വരില്ലല്ലോ, അതുകൊണ്ട് വിടാറുമില്ല. വിടരുത്. ഓണത്തിന് പോയി. ഓണത്തിന് പോയി? ആ, വിടരുത്. എന്താ ഇപ്പോഴത്തെ കാലത്ത് വേലക്കാരികളെ കിട്ടണില്ല. കിട്ടൂലെന്ന് ഒരാളെയും കിട്ടണില്ല. അതുപോലെ ഇതാകുമ്പോ വൃത്തിയായിട്ട് നോക്കിക്കോളും, മക്കളുടെ കാര്യമൊക്കെ ഭംഗിയായിട്ട് ചെയ്തോളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ 24 മണിക്കൂർ ഫേസ്ബുക്കും വാട്സപ്പും പിന്നെ TV കാണലും. നമ്മളത് മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഇറങ്ങുന്ന ഫാനിന്റെ അടിയിൽ ഇരുന്ന് ഉറങ്ങുക, ഉണർത്താൻ സമ്മതിക്കൂല. വല്ലതും കൊടുക്കുവോ? നമ്മളൊന്നും കൊടുക്കണ്ട, അത് വലിച്ചു വാരി കഴിച്ചോളൂ. അതല്ലെന്ന് ശമ്പളം വല്ലതും കൊടുക്കുവാന്ന് ചോദിച്ചാ അത് പിന്നെ മാസം 10,000 രൂപ അങ്ങോട്ട് എണ്ണി കൊടുക്കും. പിന്നെ അക്കടമേഷനും ഈ താമസവും ഫുഡും ഫ്രീ അല്ലേ, താമസം ഉണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ പോകും. അത് 30-ാം തീയതി കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ 31-ാം തീയതി കൊടുത്തില്ലെങ്കിൽ 1-ാം തീയതി മൂലം പട്ടിണിയാണ്. മോളെ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു അല്ലേ? ഓണം വന്നതും പോയതും അറിഞ്ഞില്ല. അത് നീ അറിയാത്തത്. മസാല ദോശ പോലെ ഇരുന്ന എന്റെ പേഴ്സ് ഇപ്പൊ സാധാ പേപ്പർ ദോശ പോലെ ആയിപ്പോയി. ഭക്ഷണമൊക്കെ കഴിച്ചാ? ഓണത്തിന് സദ്യ ഒക്കെ എങ്ങനെ ഉണ്ടായി? ഓർഡർ ചെയ്താ? പിന്നെ ഇവിടെ ഉണ്ടാക്കണ എങ്ങനെയാണ്? അവള് വിലക്കാരി പോയില്ല 5 ദിവസത്തെ. അവളുടെ ഓണം ആഘോഷിച്ചിട്ട് വന്നതേ ഉള്ളൂ. അമ്മ പെട്ടിരിക്കണേണ്. എന്റെ ഇവിടെ ഇവിടെ രാവിലെ എണീറ്റ് എല്ലാരും കഴിച്ചാ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാൻ വേണ്ടത്? കഴിക്കാന് പറഞ്ഞു. ആ, പിന്നെ എനിക്ക് ദോശ കിട്ടിയാ കൊള്ളായിരുന്നു. ദോശ മതി. പുട്ടും കടലയും മതി. മോനാ അപ്പൊ ഇവിടെ ദോശ, ഇവിടെ പുട്ട്, ഇവിടെ നെയ്റോസ്റ്റ്. കൊള്ളാലോ സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉപ്പുമാവ് ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാരും വന്ന് എടുത്ത് കഴിച്ചോ. എടുത്തു തരാനൊന്നും എനിക്ക് നേരമില്ല. എനിക്ക് അവിടെ വേറെ പണി, ഇഷ്ടം പോലെ പണി നടക്കണം. അതിനാണോ ചോദിച്ചാ? ചോദിക്കാൻ വിട്ടോയി. ഉച്ചക്ക് ഉണ്ടാവോ? ഉച്ചക്ക് ഉണ്ടാവുക ദൈവത്തിന്റെ കയ്യിലിരിക്കണല്ലുണ്ട്. അല്ല, ചേട്ടൻ വിളിച്ചിട്ടാണല്ലോ ഞാൻ വന്നത്. നീ ഉണ്ടാവോ? അത് ചേട്ടൻ പറഞ്ഞാ നീ പോണില്ലേ? അവനുണ്ടാവും. ഉണ്ടാവും. എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറയണം, അതുകൊണ്ടാണ്. എനിക്ക് വായിക്ക് രുചിയുള്ള കുറെ നാളായി ഒരു മീൻകറി കൂട്ടിയിട്ട്. മീൻകറി ഇത്തിരി ഉടമ്പുളി ഇട്ട് വെച്ചിട്ട് അത് കിട്ടിയാൽ മതി. ഉടമ്പുളി ഇട്ട മീൻകറി. എനിക്ക് ബീഫ് റോസ്റ്റ്. കുരുമുളക് ഇട്ട ബീഫ് റോസ്റ്റ്, മീൻകറി. മോനെന്താണ്? ചിക്കൻ. ഓക്കെ. എനിക്ക് മട്ടൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ കിട്ടുള്ളൂ. ഹോട്ടലുകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അതൊന്ന് വേഗം വിളിച്ച് പറഞ്ഞേക്ക്. പറയുമ്പോ ഇച്ചിരി കൂടുതൽ പറഞ്ഞേക്ക്. എല്ലാവർക്കും എണ്ണം വെച്ച് പറയാൻ നിൽക്കണ്ട. വേണ്ടെങ്കിൽ നമുക്ക് രാത്രി ചൂടാക്കി കഴിക്കാല്ല. എനിക്കാണെങ്കിൽ കാല് ഭയങ്കര വേദന. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം കേട്ടാ. അപ്പൊ ശരി, പറഞ്ഞേക്കേ. ഇത് ഇത്തിരി കൂടുതലാണ്ടാ. ഇതല്ലേ നമ്മള് സഹിച്ചല്ലേ ഇവിടെ നിക്കണത്. ഒരു കാര്യം ചെയ്യ്, ചേച്ചി നിങ്ങൾ വിളിച്ചു വരുത്ത്. അവളെ ഇവിടെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ വീട്ടിൽ കാര്യങ്ങൾ ആരും നോക്കും? വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ചേച്ചി ആകുമ്പോ പാചകം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഒരു പെങ്കൊച്ചല്ലേ ഇവിടെ പട്ടിണി ആകാനാ? പണിയില്ലല്ലോ പറഞ്ഞ പോലെ അല്ലേ? എന്നാ ചേട്ടൻ അവിടെ പോ. എടാ, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിരിവിന് കൊടുത്ത കാശ് പിരിക്കാൻ നടക്കണ്ടേ? ആ കാശ് അവള് പിരിക്കാൻ നടന്നാ ഞാനുമായിട്ട് പിരിഞ്ഞു പോകൂലേ? ഇതിന്റെ ഭയങ്കര കടന്ന കൈയായി പോയി. ഇതിപ്പോ നമ്മള് സഹിക്കണേണ്. ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചാൽ ലഞ്ച് തരും, ലഞ്ച് ചോദിച്ചാൽ സപ്പർ തരും. ആണോ? മോളെ, അമ്മ വിളിക്കാറുണ്ടാ? പിന്നെ അച്ഛൻ വിളിക്കുമ്പോ അച്ഛൻ ഞങ്ങൾക്ക് തരും. ആണാ? അല്ലാണ്ട് അച്ഛൻ വേറെ പേഴ്സണലായിട്ട് മോള് വിളിക്കാറില്ലേ? എന്റെ നമ്പർ ഇല്ല ചേട്ടാ, അച്ഛൻ്റെ ഉള്ളൂ. അച്ഛൻ വിളിക്കുമ്പോ തരും. അങ്ങനെയാണെങ്കിൽ അങ്കിളിനെ വിളിച്ചാ പോരെ. അങ്കിളിന്റെ നമ്പർ ഉണ്ടായിരുന്നല്ലോ. എന്നാ മോളിപ്പോ സംസാരിക്കും. ആരുടെ നമ്പർ? ചേച്ചിയുടെ നമ്പർ എന്റെ. ഇപ്പൊ സംസാരിച്ചു. എന്താ ഇപ്പൊ അവിടെ ഫ്രീ ആയിരിക്കും. അതൊക്കെ നിനക്ക് അങ്ങനെ അറിയാം. ഹലോ അമ്മേ, അമ്മ ഓണത്തിന് വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാന്? ആണോ? അമ്മ ഇത് കൊറേ നാളായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങിട്ട്. ക്രിസ്മസിന് എന്നെ ഒന്ന് ഉറപ്പായിട്ടും വന്നെ. പിന്നെ വരുമ്പോ എനിക്കൊരു പെർഫ്യൂമും ഒരു മേക്കപ്പ് സെറ്റും കൊണ്ടുവരാൻ മറക്കല്ലേ. സമാധാനം. അതെ, വെക്കല്ലേട്ടാ. അല്ലടാ, എന്റെ വൈഫിന്റെ നമ്പർ നിനക്ക് എങ്ങനെ? അത് നേരത്തെ പണ്ട് പോലെ ഉള്ളതല്ലേ? എന്ന് മുതൽ? അത് ഇവിടുന്ന് പോണതിന് മുമ്പ് ഉള്ളതാണ്. അപ്പൊ വിളി ഉണ്ടായിരുന്നു. ചാറ്റ്. ഹലോ, അയ്യോ സുഖാണോ? അമ്മടാ. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിസി ആയിരുന്നല്ല. നീ വിളിക്കാറുണ്ടോ? ഇല്ല, ഞാനിവിടെ വന്നേ. ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വന്നാണ് ഇവിടെ. അപ്പൊ അച്ഛനും മോളും കൂടി ഇങ്ങനെ ഇരിക്കണത്. അപ്പൊ മോളോട് സംസാരിച്ചപ്പോ പറഞ്ഞ് അമ്മയടുത്ത് സംസാരിച്ചിട്ട് കുറെ നാളായിരുന്നു. ഓണത്തിന് വരാന്ന് പറഞ്ഞ് വന്നില്ല. കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലേ? ഇല്ല, ചേട്ടനാണ് ഇവിടെ സംസാരിക്കണത്. അതേ, മോള് പറഞ്ഞല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കാര്യം. അപ്പൊ അത് കൊണ്ടുവര്. പിന്നെ വരുമ്പോ ഒരു ഐഫോണും കൂടി കൊണ്ടുവരേ. എങ്ങനെ? അല്ല, വേറെ പറഞ്ഞു. അപ്പൊ അല്ല വെക്കല് ഒരു കാര്യം കൂടി പറയണ്ടോ? അയ്യോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഫോൺ വിളിച്ചത്. അത് മറന്നുപോയി. അല്ല, നമുക്ക് ഇനി വരുമ്പോഴേ നമ്മുടെ ഒരു റൂമിൽ AC കൂടെ വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ല, 2 റൂമിൽ AC ഉണ്ട്. ഒരു AC ഉള്ള റൂമിൽ മോള് കിടക്കണ്, ഒരു AC ഉള്ള റൂമിൽ ചേട്ടനും കിടക്കണ്. വേലക്കാരിയുടെ റൂമിൽ AC ഇല്ലാത്തതുകൊണ്ടേ
ചൂട് സമയത്ത് വേലക്കാരി ചേട്ടന്റെ കൂടെ കിടക്കണത്. ഓക്കെ കലക്കില്ലേ? കുടുംബം കലക്കില്ലടാ.